friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ രമണി കല്യാണം എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് സഞ്ജന എന്നൊരു കൊച്ചു പെൺകുട്ടിയിൽ നിന്നാണ്. അവൾക്ക് ഇന്നൊരു ക്ലാസിക്കൽ ഡാൻസ് ഫംഗ്ഷൻ ഉണ്ട്. അവളുടെ അമ്മ അവളെ അതിനായി ഒരുക്കുകയാണ്. ഇത് കണ്ട് അവളുടെ അനിയത്തിക്കും തന്നെയും ഇതുപോലെ ഒരുക്കണമെന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ സഞ്ജന തമാശയായി പറയുന്നുണ്ട്, ഇന്ന് അവളുടെ മാത്രം ഫംഗ്ഷൻ ആയതുകൊണ്ട് അമ്മ അവളെ മാത്രം ഒരുക്കുമെന്ന്. തുടർന്ന് രണ്ട് സഹോദരിമാർക്കിടയിലും ചെറിയൊരു വഴക്കുണ്ടാവുന്നു. അമ്മ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം കുടുംബം മുഴുവൻ കാറിൽ ഫംഗ്ഷന് പോകാനായി ഇറങ്ങാണ്. എന്നാൽ വഴിയിൽ പെട്ടെന്നൊരു ട്രക്ക് മുന്നിൽ വരെയും അവരുടെ കാർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. കാർ വായുവിൽ ഉയർന്ന് മറിയുകയും സഞ്ജന പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ മാതാപിതാക്കളും അനിയത്തിയും മരിക്കുന്നു. അടുത്ത നിമിഷം ഇതെല്ലാം സഞ്ജനയുടെ ഒരു സ്വപ്നമായിരുന്നെന്നും യഥാർത്ഥത്തിൽ അവളുടെ പാസ്റ്റിലെ ഓർമ്മകളാണെന്നും നമുക്ക് മനസ്സിലാവുന്നു. വാസ്തവത്തിൽ ആ അപകടത്തിൽ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. പ്രസന്റിൽ തന്റെ വൈകല്യങ്ങൾക്കിടയിലും സഞ്ജന വളരെ ധൈര്യത്തോടെയാണ് ജീവിക്കുന്നത്. അവൾ 4 അനാഥ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും സ്വന്തം അധ്വാനം കൊണ്ട് അവരെ വളർത്തുകയും ചെയ്യുന്നു. അവളുടെ വീടിനടുത്ത് ഒരു പ്രായമായ സ്ത്രീ താമസിക്കുന്നുണ്ട്. അവരെപ്പോഴും അവളെ സഹായിക്കാറുണ്ട്. സഞ്ജന ദൈനംദിന കാര്യങ്ങളെല്ലാം സ്വയം നോക്കി നടത്തുകയും ഇന്റർവ്യൂകൾക്കായി പോവുകയും ചെയ്യുന്നു. മറുവശത്ത് റാം എന്ന പേരുള്ള ഒരാളെ കാണിക്കുന്നു. ഒരു അപകടത്തിന് ശേഷം റാമിന് നടക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. അവൻ തന്റെ കസിൻ വിഷ്ണുവിനും ഭാര്യ മീരയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. വിഷ്ണുവും മീരയും അവനെ വളരെ നന്നായി നോക്കുന്നുണ്ട്. പക്ഷെ റാം എപ്പോഴും വളരെ സങ്കടത്തിലായിരുന്നു. അവൻ ആരോടും അധികം സംസാരിക്കാതെ സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടി ജീവിച്ചു. വിഷ്ണുവിനും മീരയ്ക്കും അവനെ ഈ ഡിപ്രഷൻ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ സഞ്ജന ജോലിക്കായി പലയിടത്തും ഇന്റർവ്യൂവിന് പോകുന്നു. എന്നാൽ എല്ലായിടത്തു നിന്നും അവൾക്ക് റിജക്ഷൻ മാത്രമാണ് ലഭിക്കുന്നത്. അവൾക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് ആരും അവൾക്ക് ജോലി നൽകാൻ തയ്യാറാവുന്നില്ല. എല്ലാവരും അവളുടെ കഴിവിനെ പ്രശംസിക്കുമെങ്കിലും ഒരു അന്ധയായ പെൺകുട്ടിക്ക് എങ്ങനെ ജോലി ചെയ്യാൻ കഴിയും എന്ന് കരുതി ആരും അവളെ ജോലിക്ക് വെക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ വിഷ്ണു റാമിനെയും കൂട്ടി തന്റെ ബാറിലേക്ക് വരുന്നു. അവിടെ സഞ്ജന ഒരു പാർട്ട് ടൈം ഗായികയായി പാടുന്നുണ്ടായിരുന്നു. കാരണം അവൾക്കൊരു സ്ഥിരമായ ജോലി ലഭിച്ചിരുന്നില്ല. അവളുടെ ശബ്ദം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നു. സഞ്ജനയുടെ പാട്ട് കേൾക്കുമ്പോൾ റാം അതിൽ വളരെയധികം ആകൃഷ്ടനാവുന്നു. അവൻ അവളുടെ പാട്ടിൽ എത്രത്തോളം ഇംപ്രസ് ആവുന്നു എന്ന് വെച്ചാൽ ആദ്യമായി അവനൊരു കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. പരിപാടി കഴിഞ്ഞ ശേഷം വിഷ്ണു അവൾക്ക് പണം നൽകുകയും അവൾ സുരക്ഷിതമായി വീട്ടിലെത്തുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടെയുള്ള ആളുകൾ സഞ്ജന അന്ധയാണെന്ന് സത്യം മനസ്സിലാക്കുന്നത്. എന്നാൽ സഞ്ജന ഒരിക്കലും തന്റെ വൈകല്യത്തെ ഒരു കുറവായി കണ്ടിരുന്നില്ല. വളരെ ആത്മവിശ്വാസത്തോടെ അവൾ തനിക്ക് തനിയെ പോകാൻ കഴിയും എന്ന് പറയുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദീപക് എന്ന FM റേഡിയോ സ്റ്റേഷനിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അവളുടെ ശബ്ദം കേട്ട് ഇംപ്രസ്ഡ് ആവുന്നു. അവൻ സഞ്ജനയെ കണ്ട് അവളുടെ ശബ്ദം വളരെ മധുരമുള്ളതാണെന്നും അവൾ FM സ്റ്റേഷനിൽ വന്നാൽ അവൾക്കായി ഒരു റേഡിയോ പ്രോഗ്രാം തുടങ്ങാമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് സഞ്ജന സന്തോഷിക്കുകയും ആ ഓഫർ സ്വീകരിച്ച് അവളുടെ വിവരങ്ങൾ അവന് നൽകുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് മടങ്ങും വഴി സഞ്ജന ആ 4 കുട്ടികൾക്കായി ഐസ്ക്രീം ബണ്ണുകൾ വാങ്ങുന്നുണ്ട്. വഴിയിൽ വെച്ച് 2 ചെറിയ ആൺകുട്ടികൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് പെൺകുട്ടികളെ കളിയാക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് സഞ്ജന അവരെ വഴക്കു പറയുന്നു. നിങ്ങൾക്ക് 18 വയസ്സ് പോലും ആയിട്ടില്ല, ഇപ്പോഴേ പുകവലിക്കുന്നോ എന്നും എന്തിനാണ് ആ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതെന്നും അവൾ ചോദിക്കുന്നു. ഇത് കേട്ട് ആ ആൺകുട്ടികൾക്ക് നാണക്കേട് തോന്നുകയും ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് വാക്ക് നൽകുകയും ചെയ്യുന്നു. അവൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് കുട്ടികൾ അബദ്ധത്തിൽ സഞ്ജനയുടെ പ്രിയപ്പെട്ട ഒരു സാധനം പൊട്ടിക്കുന്നു. പേടികൊണ്ട് അവർ ആ തെളിവ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്നും മുറിയിലെ മാറിയ ഗന്ധത്തിൽ നിന്നും അവരെന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് സഞ്ജന മനസ്സിലാക്കുന്നു. അവൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് കുട്ടികൾ അതിശയത്തോടെ ചോദിക്കുന്നു. അപ്പോൾ അവൾ വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ പൊട്ടിച്ചത് മനഃപൂർവ്വമല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. അവളുടെ ഈ സ്നേഹം കണ്ട് കുട്ടികൾ ഇമോഷണൽ ആവുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം സഞ്ജന FM സ്റ്റേഷനിൽ ജോലിക്കെത്തുന്നു. അവിടെ എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ ഇടപെടുന്നു. ദീപക് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും അവൾ അന്ധയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സഞ്ജന ഉടനെ അത് തടയുകയും അന്ധത തന്റെ യോഗ്യതയല്ലെന്നും വെറുതെ അത് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്നും പറയുന്നു. ഇത് കേട്ട് തന്റെ തെറ്റ് മനസ്സിലാക്കി ദീപക് അവളോട് മാപ്പ് ചോദിക്കുന്നു. ശേഷം അവൻ സഞ്ജനയ്ക്ക് ഒരു പുതിയ റേഡിയോ ഷോ അവതരിപ്പിക്കാൻ അവസരം നൽകുന്നു. തനിക്ക് 4 കുട്ടികളെ നോക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് മറ്റൊരു ജോലി കൂടി ചെയ്യേണ്ടി വരുമെന്നും സമയം തനിക്ക് വളരെ പ്രധാനമാണെന്നും സഞ്ജന പറയുന്നു. ഇത് മനസ്സിലാക്കി ദീപക് അവൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സമയം ക്രമീകരിച്ച് നൽകുന്നു. പതുക്കെ ദീപകിന്റെ മനസ്സിൽ സഞ്ജനയോട് പ്രണയം തോന്നി തുടങ്ങുന്നു. ഒരു ദിവസം സഞ്ജന ബാറിനടുത്തേക്ക് പോകുമ്പോൾ അബദ്ധത്തിൽ മുമ്പ് കണ്ട ആ 2 ആൺകുട്ടികൾ അവളുമായി കൂട്ടിയിടിക്കുന്നു. അവർ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും റാം അവിടെ വരികയും അവൾക്ക് കാഴ്ചയില്ല എന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവർ സഞ്ജനയോട് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ സഞ്ജന റാമിനോട് ദേഷ്യപ്പെടാണ്. ആരും അവളുടെ വൈകല്യത്തെക്കുറിച്ച് ചോദിക്കാതിരുന്നിട്ടും എന്തിനാണത് പറഞ്ഞതെന്ന് അവൾ ചോദിക്കുകയാണ്. അവൾ ആദ്യം ആ ആൺകുട്ടികളോട് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് റാമിനെ വഴക്ക് പറയുന്നു. താൻ അന്ധയാണെന്ന് അവരോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്ന് അവൾ പറയാണ്.
ഇത് കേൾക്കുമ്പോൾ റാമിന് തന്റെ തെറ്റ് മനസ്സിലാവുകയും പിന്നീട് അവളോട് നേരിട്ട് വന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. വിഷ്ണു സഞ്ജനയോട് റാമിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. റാം വീൽ ചെയറിലാണെന്നും അവന്റെ ജീവിതം തന്നെ ഒരുപാട് സ്ട്രഗിൾ നിറഞ്ഞതാണെന്നും അവൻ പറയുന്നു. എന്നാൽ ഇത് കേട്ട് സഞ്ജന പറയുന്നത് താൻ ആരെയും അവരുടെ കുറവുകൾ വെച്ച് വിലയിരുത്താറില്ല എന്നാണ്. അവൾ റാമിനെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കാണുന്നതെന്നും അതുപോലെ മറ്റുള്ളവർ തന്നോട് സഹതാപം കാണിക്കാതെ ഒരു സാധാരണ വ്യക്തിയെ പോലെ പെരുമാറണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട്. ആക്സിഡന്റിന് ശേഷം എല്ലാവരും തന്നോട് സഹതാപം കാണിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നത് എന്നതുകൊണ്ട് റാം ഇത് കേട്ട് വളരെ ഇമോഷണൽ ആവുന്നു. ഇത് കാരണം റാമിന് സഞ്ജനയോടുള്ള ബഹുമാനവും ആകർഷണവും വർദ്ധിക്കുന്നു. സഞ്ജനയുടെ ഈ സൗഹൃദപരമായ പെരുമാറ്റം കാരണം എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഒരു ദിവസം ഐസ്ക്രീം കാരനുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ അടുത്ത എവിടെയോ ഒരു ആക്സിഡന്റ് നടന്നതായി അവൾ അറിയുന്നു. ആക്സിഡന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ സ്വന്തം അപകടത്തിന്റെ ഓർമ്മകൾ വരികയാണ്. അവൾ വളരെ പരിഭ്രാന്തിയാവുകയും അവിടെ നിന്ന് വേഗം ഓടിപ്പോവുകയും ചെയ്യുന്നു. വീട്ടിലെത്തിയ ശേഷവും അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. ചേച്ചിക്ക് എന്താണ് പറ്റിയെന്ന് മനസ്സിലാകാതെ കുട്ടികൾ കരയാൻ തുടങ്ങി. അപ്പോൾ സഞ്ജന അവരെ സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുകയും എല്ലാം ഓക്കെയാണെന്ന് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആക്സിഡന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവളുടെ പഴയ ഓർമ്മകൾ തിരികെ വരികയും അവൾ അസ്വസ്ഥയും ആവുമായിരുന്നു. മറുവശത്ത് ആ പ്രായമായ അമ്മ സഞ്ജനയ്ക്കായി വിവാഹാലോചനകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു പയ്യൻ അവളെ കാണാൻ വരുമ്പോൾ സഞ്ജന ആദ്യം അവന്റെ സ്വഭാവം പരിശോധിക്കുന്നു. അവന് കുട്ടികളെ ഇഷ്ടമാണോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു. അവൻ ഒരു കൊച്ചുകുട്ടിയെ സ്നേഹത്തോടെ എടുക്കുകയും തനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ സഞ്ജന അവനോട് ഈ 4 കുട്ടികളും തൻ്റെ ഉത്തരവാദിത്തമാണെന്നും വിവാഹശേഷവും ഇവർ തന്നോടൊപ്പം ഉണ്ടാവുമെന്നും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആ പയ്യൻ കുട്ടിയെ താഴെ നിർത്തുകയും വിവാഹത്തിന് വിസമ്മതിച്ച് അവിടെ നിന്ന് ഉടൻ തന്നെ പോവുകയും ചെയ്യുന്നു. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പ്രായമായ അമ്മ ചോദിക്കുമ്പോൾ തനിക്കൊപ്പം ഈ 4 കുട്ടികളെയും സ്വീകരിക്കുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് സഞ്ജന പറയാണ്. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ തങ്ങൾ അവൾക്കൊരു ഭാരമാണെന്ന് തോന്നുകയും തങ്ങൾ കാരണമാണ് ചേച്ചി വിവാഹം കഴിക്കാത്തതെന്ന് കരുതി അവർ വളരെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം FM സ്റ്റേഷനിൽ സഞ്ജന തൻ്റെ പുതിയ റേഡിയോ ഷോ ആരംഭിക്കുന്നു. ആർക്കെങ്കിലും മറ്റുള്ളവരോട് സോറി പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് സംസാരിക്കാം എന്നതായിരുന്നു ഷോയുടെ കൺസെപ്റ്റ്. റാമും ഈ ഷോ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ധൈര്യം സംഭരിച്ച് വിളിക്കുകയാണ്. ആരോടാണ് മാപ്പ് ചോദിക്കാനുള്ളത് എന്ന് സഞ്ജന ചോദിക്കുമ്പോൾ റാം വളരെ ഇമോഷണലായി പറയുന്നുണ്ട് ആദ്യം താൻ തന്നോട് തന്നെയാണ് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. കാരണം താനാണ് സ്വയം ഏറ്റവും കൂടുതൽ വേദന നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തൻ്റെ സുഹൃത്തായ വിഷ്ണുവിനോടും ഭാര്യ മീരയോടും അവന് മാപ്പ് ചോദിക്കണമായിരുന്നു. അവർ തന്നെ ഇത്രത്തോളം നോക്കിയിട്ടും താൻ അവർക്ക് ബുദ്ധിമുട്ട് നൽകുകയാണെന്ന് അവൻ പറയാണ്. റാമിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ കേട്ട് വിഷ്ണുവും മീരയും ഇമോഷണൽ ആവുന്നു. ഒടുവിൽ റാമിന് അവന്റെ തെറ്റുകൾ മനസ്സിലായല്ലോ എന്നവൾക്ക് ആശ്വാസം തോന്നുന്നു. റാമിന്റെ ഇമോഷണൽ ആയ കോളിന് ശേഷം സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്താനും എല്ലാം പതുക്കെ ശരിയാവുമെന്നും സഞ്ജന അവനെ ഉപദേശിക്കുന്നു. സഞ്ജനയുടെ ഷോ FM സ്റ്റേഷനിൽ വലിയ വിജയമായി മാറുന്നു. അവളുടെ പ്രകടനത്തിൽ ദീപക്കും വളരെ സന്തുഷ്ടനായിരുന്നു. ഇതിനിടയിൽ ദീപകിന്റെ മനസ്സിൽ സഞ്ജനയോടുള്ള പ്രണയം കൂടുതൽ ആഴമുള്ളതാവുന്നു. റാമും ദിവസവും ആ ഷോ കേൾക്കുമായിരുന്നു. ഒരു ദിവസം അവൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു പാട്ട് സഞ്ജനയ്ക്ക് നൽകി അത് പാടാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സഞ്ജന അത് നിരസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റാം വീണ്ടും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. ഇത്തവണയും സഞ്ജന ദേഷ്യത്തോടെ വിസമ്മതിക്കുകയാണ്. എന്നിട്ടും റാം തോറ്റുകൊടുക്കാതെ വീൽ ചെയറിൽ അവളുടെ പിന്നാലെ പോയി ആ പാട്ട് ഒരു തവണ പാടാൻ നിരന്തരം ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ വഴിയിൽ വെച്ച് മുമ്പ് സഞ്ജന പെപ്പർ സ്പ്രേ അടിച്ച ആളെ വീണ്ടും കാണുന്നു. അവൻ അവളെ സ്പർശിക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നിടിച്ചതായിരുന്നു. ഇത് മനസ്സിലാക്കിയ സഞ്ജന ഒട്ടും ഭയക്കാതെ അവന്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നു. ഈ അപമാനത്തിന് പകരം വീട്ടാൻ തീരുമാനിച്ച ആ വ്യക്തി സുഹൃത്തുക്കളോടൊപ്പം സഞ്ജനയെ കാത്തു നിൽക്കുന്നു. സഞ്ജനയും റാമും ആ വഴി വരുമ്പോൾ അവരവരെ തടയാണ്. ഭയന്നുപോയ സഞ്ജന റാമിനോട് സഹായം ചോദിക്കുന്നു. എന്നാൽ ഒരു ഗുണ്ട റാമിന്റെ വീൽ ചെയർ ശക്തിയായി തള്ളുകയും റാമിന്റെ തല ഒരു പോസ്റ്റിലിടിച്ച് ചോര വരികയും ചെയ്യുന്നു. ഗുണ്ടകൾ പേടിച്ചോടിപ്പോയത് കണ്ട് സഞ്ജന സഹായത്തിനായി ആളുകളെ വിളിക്കുകയും എല്ലാവരും ചേർന്ന് റാമിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. റാം സുഖം പ്രാപിക്കുമോ എന്നോർത്ത് സഞ്ജന ആശുപത്രിയിൽ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു അവിടെ വരികയും അവളോട് റാമിന്റെ മുഴുവൻ കഥയും പറയുകയും ചെയ്യുന്നു. റാം ഏകദേശം 18 അല്ലെങ്കിൽ 19 വയസ്സുള്ളപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആകുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. അവൻ രാവും പകലും അതിനായി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അവന്റെ കഠിനാധ്വാനം കണ്ട് മാതാപിതാക്കളും വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു ദിവസം അവന് ക്രിക്കറ്റ് സെലക്ഷൻ കിട്ടുകയും കുടുംബം മുഴുവൻ സന്തോഷത്തോടെ ഒരു ഹോട്ടലിൽ പാർട്ടി നടത്തുകയും ചെയ്യുന്നു. വിഷ്ണുവും അവിടെ ഉണ്ടായിരുന്നു. പാർട്ടിക്കിടെ വിഷ്ണു എന്തോ എടുക്കാനായി അല്പനേരം പുറത്തിറങ്ങിയ സമയത്ത് ഹോട്ടലിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനത്തിൽ റാമിന്റെ മാതാപിതാക്കൾ മരിക്കുകയും റാമിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണുവാണ് അവനെ ആശുപത്രിയിൽ എത്തിച്ചത്. ബോധം വന്നപ്പോൾ റാമിനോട് അവന്റെ കാലിന് ശരിയാവില്ലെന്നും മാതാപിതാക്കൾ മരിച്ചുവെന്നും ഡോക്ടർമാർ പറയുന്നു. ഈ സത്യം കേട്ടതോടെ റാം പൂർണ്ണമായും തകർന്നുപോയി. അന്നു മുതൽ അവൻ ഡിപ്രഷനിലായിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം വിഷ്ണുവാണ് അവന്റെ ബിസിനസ് നോക്കി നടത്തുന്നത്. ഈ കഥ കേൾക്കുമ്പോൾ സഞ്ജനയ്ക്ക് റാമിന്റെ വേദന മനസ്സിലാവുന്നുണ്ട്. അവൾ ആശുപത്രിയിൽ അവനെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ സഹായിച്ചതിന് റാം അവളോട് നന്ദി പറയും. തനിക്ക് മുമ്പ് എത്രത്തോളം തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ മനസ്സിലായെന്നും പറയുന്നു.
അതിനുശേഷം അവൻ സഞ്ജനയ്ക്ക് ഒരു പ്രത്യേക പേപ്പർ നൽകുന്നു. അതിൽ ആ പാട്ട് തന്നെയായിരുന്നു എഴുതിയിരുന്നത്. സഞ്ജന തന്റെ വിരലുകൾ കൊണ്ട് ആ അക്ഷരങ്ങൾ സ്പർശിച്ചറിയുമ്പോൾ അവൻ പാടാൻ ആവശ്യപ്പെട്ട പാട്ടാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ വിരലുകൾ കൊണ്ട് വരികൾ വായിക്കുകയും വളരെ ഇംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു. ഇത്തവണ അവൾ അവന് വേണ്ടി ഒരു പാട്ട് പാടാൻ സമ്മതിക്കുന്നു. ഈ സംഭവങ്ങളോടെ സഞ്ജനയുടെ മനസ്സിൽ റാമിനോട് പ്രണയം വളരാൻ തുടങ്ങുന്നു. പതുക്കെ അവർ രണ്ടുപേരും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ തുടങ്ങി. സഞ്ജന താൻ നോക്കുന്ന ആ 4 കുട്ടികളെ റാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. റാമും ആ കുട്ടികളുമായി വേഗത്തിൽ ഇടപഴകുകയും അവരോടൊപ്പം കളിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ തിരിച്ചെത്തിയാൽ എപ്പോഴും സഞ്ജനയെക്കുറിച്ച് മാത്രമാണ് റാം വിഷ്ണുവിനോടും മീരയോടും സംസാരിക്കുന്നത്. അവൻ പ്രണയത്തിലായോ എന്ന് അവർ തമാശയെ ചോദിക്കുമ്പോൾ അവൻ ആദ്യം നിഷേധിക്കുന്നു. എന്നാൽ താൻ എപ്പോഴും സഞ്ജനയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ താൻ പ്രണയത്തിലാണെന്ന് അവൻ സമ്മതിക്കുന്നു. അതിനുശേഷം റാം സഞ്ജനയെ കാണാൻ വിളിക്കുകയും നേരിട്ട് തന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നു. പ്രപ്പോസൽ കേട്ട ഉടനെ സഞ്ജന ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. താൻ തിടുക്കം കാണിച്ചുവെന്നും സഞ്ജനയ്ക്ക് തന്റെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടില്ലെന്നും റാമിന് തോന്നുന്നു. ഇവിടെ ആശുപത്രിയിലെ ഡോക്ടർ വിഷ്ണുവിനെ വിളിച്ച് റാമിന്റെ പരിക്കിനെ കുറിച്ച് പറയുന്നു. CT സ്കാൻ റിപ്പോർട്ടിൽ അവന്റെ തലച്ചോറിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയും ഡോക്ടറുടെ അഭിപ്രായത്തിൽ അവന് ഇനി 2-3 മാസം മാത്രമേ ആയുസുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. എത്രയും വേഗം റാമിനെ ഈ സത്യം അറിയിക്കണമെന്ന് ഡോക്ടർ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് വിഷ്ണുവിനെ വളരെയധികം സങ്കടപ്പെടുത്തുന്നു. കാരണം റാം ഇപ്പോൾ പ്രണയത്തിലായതേ ഉള്ളൂ. വളരെ നാളുകൾക്ക് ശേഷമാണ് അവൻ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോൾ ഇതറിഞ്ഞാൽ അവൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും. വീട്ടിലെത്തി വിഷ്ണു കാണുന്നത് റാം വളരെ സങ്കടത്തോടെ ഇരിക്കുന്നതാണ്. സഞ്ജന പ്രപ്പോസൽ നിരസിച്ചു എന്നാണ് വിഷ്ണു ആദ്യം കരുതിയത്. എന്നാൽ റാം സത്യം പറയുന്നു. ആരെങ്കിലും ഇത്രയും സാധാരണമായി പ്രപ്പോസ് ചെയ്യോ എന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് സഞ്ജന അവിടെ നിന്നും എഴുന്നേറ്റ് പോയതെന്നും ഒരു പ്രപ്പോസൽ വളരെ സ്പെഷ്യൽ ആയിരിക്കണം എന്നവൾ പറഞ്ഞെന്നും റാം അവനോട് പറയുന്നു. അതിനർത്ഥം അവൾ റാമിന്റെ പ്രണയം സ്വീകരിച്ചു എന്നാണ്. പ്രപ്പോസ് ചെയ്ത രീതിയിലുള്ള ദേഷ്യം മാത്രമായിരുന്നു അവൾക്ക്. ഇത് മനസ്സിലാക്കിയ റാം അതിയായ സന്തോഷത്തിലാവുന്നു. പുറമെ വിഷ്ണു പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ റാമിനെ കുറിച്ചുള്ള കടുത്ത ടെൻഷനിലായിരുന്നു അവൻ. അവന്റെ സന്തോഷം കെടുത്താതിരിക്കാൻ വിഷ്ണു അവനോട് സത്യം മറച്ചു വെക്കുന്നു. ഇതിനുശേഷം സഞ്ജന തന്റെ റേഡിയോ ഷോയിലൂടെ താൻ പ്രണയത്തിലാണെന്ന കാര്യം തുറന്നു പറയുന്നു. അവൾ തന്റെ പ്രണയത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ദീപക് ഉള്ളിൽ തകർന്നു പോകുന്നു. കാരണം അവന് സഞ്ജനയോട് കടുത്ത പ്രണയം ഉണ്ടായിരുന്നു. എങ്കിലും തന്റെ വികാരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി താൻ വളരെ സന്തോഷവാനാണെന്ന് മാത്രം അവൻ പറയുന്നു. പിന്നീട് സഞ്ജന വീട്ടിൽ വന്ന് താൻ പ്രണയത്തിലാണെന്ന് കുട്ടികളോട് പറയുമ്പോൾ യഥാർത്ഥ കാമുകന്മാർ ദിവസവും ഫോണിൽ സംസാരിക്കുമല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്യാത്തത് എന്ന് കുട്ടികൾ തമാശയായി ചോദിക്കുന്നുണ്ട്. അപ്പുറത്ത് വിഷ്ണുവും മീരയും ഇതേ കാര്യം പറഞ്ഞ് റാമിനെയും കളിയാക്കുന്നുണ്ട്. മീരയുടെ നിർബന്ധപ്രകാരം റാം സഞ്ജനയെ വിളിക്കുകയും ഇരുവരും വളരെ ആശയക്കുഴപ്പത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കുട്ടികളും മീരയും ഈ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ചിരി വരികയാണ്. അതിനുശേഷം മീര അവനൊരു ഹിന്റ് നൽകുന്നു. എന്തുകൊണ്ട് അവളെ പുറത്തു പോകാൻ ക്ഷണിച്ചുകൂടാ എന്ന്. റാം ധൈര്യം സംഭരിച്ച് സഞ്ജനയോടൊരു ഡേറ്റിന് വരാമോ എന്ന് ചോദിക്കുന്നു. സഞ്ജന ഉടൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. റാമിന്റെ ട്യൂമറിനെ കുറിച്ചുള്ള സത്യം അറിയാമായിരുന്നതുകൊണ്ട് അവന്റെ സന്തോഷം കണ്ടിട്ടും സങ്കടപ്പെടുന്ന ഒരേ ഒരാൾ വിഷ്ണു മാത്രമായിരുന്നു. സത്യം എത്രയും വേഗം അറിയിക്കണമെന്ന് ഡോക്ടറുടെ സുഹൃത്തും വിഷ്ണുവിനെ ഉപദേശിക്കുന്നു. പിന്നീട് താൻ മരിക്കാൻ പോവുകയാണെന്ന് സഞ്ജന അറിഞ്ഞാൽ അവൾ ആകെ തകർന്നു പോകുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് റാമിന്റെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചെത്തിയതെന്നും കഴിയുന്നത്ര കാലം അവനെ സന്തോഷവാനായി കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും വിഷ്ണു ചിന്തിക്കുന്നു. ഡേറ്റിംഗ് ദിവസം കുട്ടികൾ സഞ്ജനയെയും മീര റാമിനെയും ഒരുക്കുന്നുണ്ട്. രണ്ടുപേർക്കുമായി വിഷ്ണു ഒരു വലിയ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അവരെ അവിടെ കൊണ്ടുവിടാനുള്ള പ്ലാൻ അവൻ തന്നെ തയ്യാറാക്കി. വിഷ്ണുവും റാമും കാറുമായി സഞ്ജനയുടെ വീട്ടിലെത്തുമ്പോൾ കാറിൽ കയറാൻ സഞ്ജന വിസമ്മതിക്കുന്നു. താൻ നടന്നുകൊള്ളാമെന്ന് അവൾ പറയാണ്. ഹോട്ടൽ വളരെ ദൂരെയാണെന്നും നടന്നു പോകാൻ കഴിയില്ലെന്നും വിഷ്ണു പറയാണ്. എന്നാൽ കാരണം വ്യക്തമാക്കാതെ അവൾ ദേഷ്യത്തോടെ വിസമ്മതിക്കുകയും നടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ എങ്ങോട്ടും ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നു. അവൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് റാമിന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ പഴയ കാർ അപകടം അവളുടെ മനസ്സിൽ വലിയൊരു ട്രോമ ഉണ്ടാക്കിയിരുന്നു. കാറിൽ കയറിയാൽ വീണ്ടും അപകടം ഉണ്ടാവുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം സഞ്ജനയുടെ റേഡിയോ ഷോയിൽ ഒരു പയ്യൻ വിളിച്ച് പറയുന്നുണ്ട് താൻ തന്റെ കാമുകിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചിരുന്നുവെന്നും എന്നാൽ അത് അവളുടെ മാതാപിതാക്കൾക്ക് കിട്ടുകയും അവർ പ്രണയം കണ്ടുപിടിക്കുകയും ചെയ്തെന്ന്. ഇപ്പോൾ കാമുകി തന്നെ കുറ്റപ്പെടുത്തുകയാണെന്നും അവൻ പറയുന്നു. പറയാതെ ഇങ്ങനെ സർപ്രൈസ് നൽകുന്നത് തെറ്റാണെന്ന് സഞ്ജന അവനെ വഴക്ക് പറയുന്നു. എന്നാൽ സർപ്രൈസ് നൽകുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിക്കോ എന്ന് ആ പയ്യനും ചോദിക്കുന്നു. ഇവർ തമ്മിലുള്ള തർക്കം മൂക്കുമ്പോൾ ദീപക് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നു. ഷോ കഴിഞ്ഞ ശേഷം സഞ്ജന എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് ദീപക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ രാത്രി കാറിലുണ്ടായ സംഭവത്തെക്കുറിച്ച് സഞ്ജന അവനോട് പറയുന്നു. അപ്പോൾ താൻ കുറച്ച് തിടുക്കം കാണിച്ചു പോയിട്ടുണ്ടാകാം എന്ന് ദീപക് അവളോട് പറയുന്നു. ഇവിടെ മീരയും റാമിനെ ഉപദേശിക്കുന്നു. അവൻ സഞ്ജനയെ കൂടുതൽ നന്നായി മനസ്സിലാക്കണമായിരുന്നു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ റാം സഞ്ജനയെ ഫോണിൽ വിളിച്ച് തന്റെ പെരുമാറ്റത്തിന് മാപ്പ് ചോദിക്കുന്നു. സത്യത്തിൽ അത് തന്റെ തെറ്റായിരുന്നു എന്ന് സഞ്ജനയും പറയുന്നു. അതിനുശേഷം രണ്ടുപേരും സാധാരണ പോലെ സംസാരിക്കുന്നു. സഞ്ജന എന്തിനാണ് കാറിന് ഇത്രയധികം ഭയപ്പെടുന്നതെന്ന് റാമിന് അപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ആ പഴയ അപകടത്തെക്കുറിച്ച് അവൻ അറിയില്ലായിരുന്നു. പിന്നീട് റാം ഇടയ്ക്കിടെ സഞ്ജനയുടെ ഓഫീസിൽ വരാറുണ്ടായിരുന്നു. അവിടെ സഞ്ജനയും ദീപക്കും നല്ല സുഹൃത്തുക്കളെ പോലെ ചിരിച്ച് സംസാരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതൊരു സാധാരണ സൗഹൃദം മാത്രമാണെന്ന് കരുതി റാം അതിൽ സന്തോഷിക്കുന്നു. പതുക്കെ റാം ആ പ്രായമായ അമ്മയുടെയും പ്രിയപ്പെട്ടവനായി മാറുകയും
വീട്ടിലെ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു ദിവസം രാത്രി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ആരോഗ്യനില വളരെ വഷളാവുന്നു. അവനെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതായിരുന്നു. എന്നാൽ റാമിന് കാറ് ശരിയായി ഓടിക്കാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. സഞ്ജന അന്ധയായതിനു പുറമെ കാർ അപകടത്തെക്കുറിച്ചുള്ള ട്രോമ കാരണം അവൾക്ക് കാറിൽ കയറാനും കഴിയില്ല. എങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി റാം വണ്ടി ഓടിക്കാൻ ധൈര്യം കാണിക്കുന്നു. താൻ സ്റ്റിയറിംഗ് നോക്കാമെന്നും സഞ്ജന പെഡലുകൾ കൺട്രോൾ ചെയ്താൽ മതിയെന്നും അവൻ പറയുന്നു. രണ്ടുപേരും ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിയ ശേഷം റാം സഞ്ജനയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കാറിനെ ഇത്രയധികം പേടിക്കുന്നതെന്ന്. അപ്പോൾ തന്റെ പാസ്റ്റിനെ കുറിച്ചുള്ള സത്യം റാമിനോട് പറയാൻ സഞ്ജന തീരുമാനിക്കുന്നു. എന്നാൽ അവൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് റാമിന് കടുത്ത തലകറക്കം അനുഭവപ്പെടുകയും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ബോധരഹിതനാവുകയും ചെയ്യുന്നു. ആദ്യം സഞ്ജനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്നാൽ റാം യാതൊരു പ്രതികരണവും നൽകുന്നില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ ഉടൻ തന്നെ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയുന്നു. വിഷ്ണു സമയം കളയാതെ റാമിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ ഡോക്ടർ ചികിത്സ ആരംഭിക്കുകയാണ്. റാമിന്റെ ബ്രെയിൻ ട്യൂമർ കാരണമാണ് അവന്റെ ആരോഗ്യനില വഷളായതെന്ന് വിഷ്ണുവിന് നന്നായി അറിയാമായിരുന്നു. ഈ സമയം സഞ്ജന ആ കൊച്ചുകുട്ടിയുടെ കൂടെ ആശുപത്രിയിലായിരുന്നു. അവൾ ഇടയ്ക്കിടെ വിഷ്ണുവിനെ വിളിച്ച് റാമിന്റെ അവസ്ഥ ചോദിച്ചുകൊണ്ടിരുന്നു. വിഷ്ണുവും ഡോക്ടറും ചേർന്ന് അവളിൽ നിന്നും സത്യം മറച്ചു വയ്ക്കാൻ തീരുമാനിക്കുന്നു. റാം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മാത്രമാണ് അവർ ഓരോ തവണയും പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സഞ്ജനയ്ക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നു. റാമിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമാണെന്നും സത്യം ഉടനെ അറിയിക്കണമെന്നും ഡോക്ടർ വീണ്ടും വിഷ്ണുവിന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ തനിക്ക് അതിനുള്ള ധൈര്യമില്ലെന്ന് വിഷ്ണു പറയാണ്. കുറച്ചു കഴിഞ്ഞ് ചികിത്സയ്ക്ക് ശേഷം റാമിന് ബോധം വരുന്നു. തനിക്ക് വലിയ എന്തോ അസുഖമുണ്ടെന്ന് അവന് സംശയം തോന്നുന്നു. അവൻ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുന്നു. ഈ കള്ളം പറയുമ്പോൾ വിഷ്ണുവിന്റെ ഉള്ളിൽ പെടയുന്നുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം എല്ലാവരും റാമിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ടെൻഷനിലായിരുന്നു. എന്നാൽ റാം തികച്ചും സാധാരണ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. കുട്ടികൾ വളരെ സന്തോഷത്തോടെ അവനെ സ്വീകരിക്കുകയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷം റാമും സഞ്ജനയും തനിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ റാമിന്റെ മുഖം തന്റെ കൈകൾ കൊണ്ട് തൊട്ടറിയണമെന്ന് സഞ്ജന പറയുന്നു. തനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന് റാം പറയുന്നു. തുടർന്ന് അവൾ വളരെ സ്നേഹത്തോടെ അവന്റെ കണ്ണിലും മൂക്കിലും മുഖത്തും തൊട്ട് മനസ്സിലാക്കുകയും അവൻ വളരെ സുന്ദരനാണെന്ന് പറയുകയും ചെയ്യുന്നു. റാം നാണത്തോടെ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. ഇതോടെ അവരുടെ പ്രണയം കൂടുതൽ ആഴമുള്ളതാവുന്നു. റാം ഈ കാര്യം വിഷ്ണുവിനോടും മീരയോടും പറയുന്നുണ്ട്. എത്രയും വേഗം വിവാഹം കഴിക്കണമെന്ന് മീര പറയുന്നു. എന്നാൽ അവരുടെ വിവാഹം നീട്ടിവെക്കാനായി വിഷ്ണു മനഃപൂർവ്വം ജാതക പൊരുത്തത്തിന്റെ കാര്യം എടുത്തിടുന്നു. എപ്പോഴാണ് നിങ്ങൾ ജാതകത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയതെന്ന് മീര അവനോട് ദേഷ്യപ്പെടുകയാണ്. വേറെ വഴിയില്ലാതെ വിഷ്ണു അവൾ പറയുന്നത് സമ്മതിക്കുന്നു. എന്നാൽ പിന്നീട് സഞ്ജനയെ ഒറ്റയ്ക്ക് കണ്ടിട്ട് ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് അവൻ കള്ളം പറയുന്നു. എന്നാൽ സഞ്ജന അത് കർശനമായി നിരസിക്കുകയും തനിക്കിനി കാത്തിരിക്കാൻ കഴിയില്ലെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് വിഷ്ണുവിന് കൂടുതൽ കുറ്റബോധം തോന്നുന്നു. വിവാഹ കാർഡുകൾ അടിച്ചു വരുന്നു. വിഷ്ണു തന്റെ ഡോക്ടർ സുഹൃത്തിന് കാർഡ് നൽകാൻ പോവാണ്. ഇത് കണ്ട് ഡോക്ടർ അവനെ ശകാരിക്കുകയും റാമിന്റെ അവസ്ഥയെക്കുറിച്ച് സഞ്ജനയോട് പറയണമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. വിവാഹം മുടക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചുവെന്നും എന്നാൽ റാമിന്റെ സന്തോഷം കണ്ട് അതിന് കഴിഞ്ഞില്ലെന്നും വിഷ്ണു പറയുന്നു. പിന്നീട് റാം സഞ്ജനയെ ഒരു നേത്രരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ പരിശോധിച്ച ശേഷം അവളുടെ ഒപ്റ്റിക് നെർവ് പൂർണ്ണമായി തകരാറിലായിട്ടില്ല എന്ന് പറയുന്നു. യോജിച്ചൊരു ഡോണറെ ലഭിച്ചാൽ ഓപ്പറേഷനിലൂടെ അവളുടെ കാഴ്ചശക്തി തിരികെ ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ട ഉടനെ എത്ര പണം ചെലവായാലും അവളുടെ കണ്ണുകൾ തിരികെ നൽകാൻ താൻ തയ്യാറാണെന്ന് റാം പറയുന്നു. കാരണം അവൾക്ക് അവളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഈ ലോകം കാണാൻ കഴിയണം. തുടർന്ന് അവൾ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ മുഴുകുന്നു. വിവാഹത്തിന് തലേ ദിവസം രാത്രി രണ്ടുപേരും തനിച്ചിരിക്കുമ്പോൾ തന്റെ മാതാപിതാക്കളുടെ അപകടത്തെക്കുറിച്ചുള്ള സത്യം റാമിനോട് പറയാൻ സഞ്ജന തീരുമാനിക്കുന്നു. അവൾ അവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് അപകടത്തിൽ മാതാപിതാക്കൾ മരിച്ചതെന്നും അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതെന്നും അവൾ പറയുന്നു. അവൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റാമിന് വീണ്ടും തലകറക്കം വരുന്നു. എന്നാൽ കഥ പറയുന്നതിൽ മുഴുകിയിരുന്നത് കൊണ്ട് സഞ്ജന അതറിയുന്നില്ല. റാമിന്റെ ആരോഗ്യനില വല്ലാതെ മോശമാവുന്നു. അപ്പോഴാണ് ആ വഴി പോയ വിഷ്ണു അവനെ കാണുന്നത്. അവൻ ഉടനെ റാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. റാം അവിടെ നിന്നും പോയെന്ന് സഞ്ജനയ്ക്ക് പിന്നീട് മനസ്സിലാവുന്നു. അവൻ വിശ്രമിക്കാൻ പോയതായിരിക്കും എന്നവൾ കരുതാണ്. പിറ്റേ ദിവസം രാവിലെ വിവാഹ മുഹൂർത്തം വന്നെത്തുന്നു. വധുവായ സഞ്ജനയെ എല്ലാവരും മണ്ഡപത്തിൽ ഇരുത്തുന്നു. വരനായ റാം എന്തുകൊണ്ടാണ് ഇനിയും വരാത്തതെന്ന് വലിയൊരു സസ്പെൻസ് അവിടെ ഉണ്ടാവുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീൽ ചെയറിൽ ഒരാൾ വരുന്നത് കാണുന്നു. അത് റാം തന്നെയാണെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ അവിടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നു. മണ്ഡപത്തിലിരിക്കുന്നത് റാമിന് പകരം ദീപക്കായിരുന്നു. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് രാത്രി ആശുപത്രിയിൽ വെച്ച് വിഷ്ണു മീരയോട് റാമിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള സത്യം പറയുന്നു. ബോധം വന്നപ്പോൾ റാം സത്യം അറിയാൻ വിഷ്ണുവിനെ നിർബന്ധിച്ചതുകൊണ്ട് അവന് സത്യം പറയേണ്ടി വന്നു. തനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞപ്പോൾ അവൻ പൂർണ്ണമായും തകർന്നുപോയി. സഞ്ജനയോടൊപ്പം ജീവിക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ലല്ലോ എന്നവൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവന് ഓഫീസിലെ ദീപക് എന്ന പയ്യനെ ഓർമ്മ വന്നത്. അവന് സഞ്ജനയോട് വൺ സൈഡ് പ്രണയമുണ്ടെന്ന് മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. റാം ഉടനെ തന്നെ ദീപകിനെ കാണുകയും സഞ്ജനയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അവളെ വിവാഹം കഴിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും ചെയ്യും. ദീപക് ആദ്യം ഇമോഷണൽ ആവുന്നുണ്ടെങ്കിലും ഒടുവിൽ റാമിന്റെ ആവശ്യം സമ്മതിക്കുന്നു. ഇതുകൊണ്ടാണ് വിവാഹ ദിവസം ദീപക് മണ്ഡപത്തിൽ ഇരിക്കുന്നത്. റാം ദൂരെ നിന്നതെല്ലാം നോക്കിക്കാണുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദീപക് ശരിക്കും ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു, മീര, മുത്തശ്ശി, വീട്ടിലെ 4 കുട്ടികൾ എന്നിവരും ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നു.
അങ്ങനെ ദീപക്കും സഞ്ജനയുമായുള്ള വിവാഹം പൂർത്തിയാവുന്നു. വിവാഹശേഷമുള്ള ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. സഞ്ജനയ്ക്ക് യോജിച്ച ഒരു ഡോണറെ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്താൽ അവളുടെ കാഴ്ച തിരികെ കിട്ടുമെന്നായിരുന്നു അത്. എല്ലാവരും അവളെ ആശുപത്രിയിൽ എത്തിക്കുകയും സർജറി വിജയകരമാകുകയും ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ അവളോട് കണ്ണുകൾ തുറക്കാൻ ആവശ്യപ്പെടുന്നു. സഞ്ജനയുടെ ആദ്യത്തെ ആഗ്രഹം റാമിനെ കാണണം എന്നതായിരുന്നു. എന്നാൽ അവളുടെ മുന്നിൽ നിൽക്കുന്നത് ദീപക്കാണ്. മുഖത്ത് സ്പർശിച്ചാണ് അവൾ മുമ്പ് റാമിനെ തിരിച്ചറിഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് റാം അല്ലെന്ന് അവൾക്ക് ഉടനെ മനസ്സിലാവുന്നു. റാം എവിടെയാണെന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ദീപക് അവൾക്ക് റാമിന്റെ ഒരു കത്ത് നൽകുന്നു. സഞ്ജനയുടെ കാഴ്ചശക്തി തിരികെ ലഭിച്ചതുകൊണ്ട് അവൾ ആ കത്ത് വായിക്കുന്നു. ആ കത്തിൽ റാം തന്റെ മുഴുവൻ സത്യവും എഴുതിയിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ മരണത്തിനും സ്വന്തം വൈകല്യത്തിനും ശേഷം താൻ ജീവിക്കാൻ തന്നെ മറന്നുപോയിരുന്നുവെന്ന് അവൻ അതിൽ പറയുന്നു. എന്നാൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാനായി അവൻ മനഃപൂർവ്വം ഒരു ട്രക്കിന് മുന്നിലേക്ക് ചാടി. എന്നാൽ അവനെ രക്ഷിക്കാൻ ട്രക്ക് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി വെട്ടിക്കുകയും അത് എതിർദിശയിൽ വന്ന ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും ചെയ്തു. ആ കാറിലായിരുന്നു സഞ്ജനയും അവളുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നത്. അതായത് സഞ്ജനയുടെ മാതാപിതാക്കളുടെ മരണത്തിനും അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനും കാരണമായ ആ അപകടത്തിന്റെ ഉത്തരവാദി മറ്റാരുമല്ല, സാക്ഷാൽ റാം തന്നെയായിരുന്നു. വിവാഹത്തിന് മുമ്പ് സഞ്ജന അപകടത്തിന്റെ തീയതി പറഞ്ഞപ്പോഴാണ് അന്നത്തെ ആ അപകടം താൻ കാരണമാണ് ഉണ്ടായതെന്ന് റാമിന് മനസ്സിലാവുന്നത്. ഇത് കാരണം അവന് സ്വയം പൊറുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവന്റെ ട്യൂമർ അവസാന സ്റ്റേജിലുമായിരുന്നു. അതുകൊണ്ട് അവൻ ഡോക്ടറോട് തന്റെ കണ്ണുകൾ സഞ്ജനയ്ക്ക് യോജിക്കുമോ എന്ന് ചോദിച്ചു. പരിശോധനയിൽ അത് മാച്ച് ആണെന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് മരണശേഷം തന്റെ കണ്ണുകൾ സഞ്ജനയ്ക്ക് ദാനം ചെയ്യാൻ ഇവൻ തീരുമാനിച്ചത്. ഇത് വായിച്ച് സഞ്ജന ഞെട്ടിപ്പോവാണ്. താനിപ്പോൾ കാണുന്ന കണ്ണുകൾ റാമിൻ്റെതാണെന്നും തൻ്റെ മാതാപിതാക്കളുടെ മരണത്തിന് കാരണം റാമാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. തൻ്റെ മാതാപിതാക്കളുടെ മരണത്തിന് ഉത്തരവാദി ആയതുകൊണ്ട് റാമിനോട് പൊറുക്കരുത് എന്നാണ് ആദ്യം സഞ്ജനയ്ക്ക് തോന്നുന്നത്. എന്നാൽ അത് വെറും ഒരു അപകടം മാത്രമായിരുന്നുവെന്ന് അവൾ പിന്നീട് മനസ്സിലാക്കുന്നു. റാം അവൾക്ക് സ്നേഹം നൽകി, അവളുടെ ജീവിതം നന്നാക്കി, മരിച്ചതിന് ശേഷവും സ്വന്തം കണ്ണുകൾ അവൾക്ക് നൽകി. അതുകൊണ്ട് അവൾ അവനോട് പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കുകയും വളരെ ഇമോഷണൽ ആവുകയും ചെയ്യുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ദീപക്, സഞ്ജന, കുട്ടികൾ എന്നിവരെല്ലാവരും കൂടി റാമിന്റെ വീട്ടിൽ പോയി അവന്റെ ഫോട്ടോയിൽ മാല അണിയിക്കുന്നു. അവനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എല്ലാവരും ഇമോഷണൽ ആവുന്നു. സഞ്ജനയും റാമിനോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും ഓർമ്മിക്കുകയാണ്. ജീവിതം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലെന്നും റാമിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ച് ദീപകിനോടൊപ്പം ഒരു പുതിയതും സന്തോഷകരവുമായ ജീവിതം തുടങ്ങുകയാണെന്നും എല്ലാവരും ഒടുവിൽ അംഗീകരിക്കുന്നു. കാരണം അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയായിരുന്നു റാം ആഗ്രഹിച്ചിരുന്നത്. ഇതോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്ത് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.